ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന സ്വപ്നത്തിൽ ഒരു വലിയ ട്വിസ്റ്റ്. റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരുന്നത് അതീവ ശക്തമായ ഒരു പുതിയ ഓഫറാണ്. രണ്ടുപേർ ഇരിക്കുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്, പൂർണ്ണ ടെക്നോളജി ട്രാൻസ്ഫർ, ഇന്ത്യയിൽ തന്നെ നിർമ്മാണം, ഡ്രോൺ സ്വാം നിയന്ത്രിക്കാൻ കഴിയുന്ന യുദ്ധവിമാനം. ഇത് സാധാരണ ഒരു ഡീലല്ല. ഇത് ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാവി തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു നിർണായക നീക്കമായി വിലയിരുത്തപ്പെടുന്നു എന്നതാണ്. എങ്കിൽ എന്താണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും സൂക്ഷ്മമായി ഇതിനെ സമീപിക്കുന്നു? ഈ ഡീൽ ഇന്ത്യയുടെ AMCA പദ്ധതിയെ ബാധിക്കുമോ? ഇന്ന് ഇക്കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. 2026 ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ എക്സിബിഷനിൽ റഷ്യ ഇന്ത്യക്ക് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇന്ത്യയുമായി വീണ്ടും ഒരു വലിയ ഫൈറ്റർ ജെറ്റ് പങ്കാളിത്തം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ആ ഒരു ഓഫർ. ഈ നിർദ്ദേശത്തിന്റെ കേന്ദ്രത്തിലുള്ളത് Su-57 സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ ഒരു പുതിയ 2 സീറ്റർ വെർഷനാണ്. റഷ്യ പറയുന്നത് ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ പദ്ധതിയിൽ പൂർണ്ണ ടെക്നോളജി ട്രാൻസ്ഫർ നൽകാമെന്നാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് സ്വന്തം രാജ്യത്ത് തന്നെ ഈ വിമാനത്തിന്റെ പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ സാങ്കേതിക അറിവും ലഭ്യമാക്കുമെന്നതാണ്. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഓഫർ തന്നെയാണ് കേട്ടോ. ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ വളരെ നിർണായകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ തലമുറയുടെ ഇസ്ഡലിയെ 30 അല്ലെങ്കിൽ AL-51F1 ജെറ്റ് എഞ്ചിനാണ്. 2025 അവസാനം മുതൽ ഈ എഞ്ചിൻ പരീക്ഷണ പറക്കലുകളിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിലെ Su-57 വിമാനങ്ങളിൽ ഇതാണ് പ്രധാന എഞ്ചിനായി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യക്ക് ലഭിക്കാവുന്ന മറ്റ് സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. AESA റഡാർ സംവിധാനങ്ങൾ, അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ സെൻസറുകൾ, ഇന്ത്യൻ ആയുധങ്ങൾ ചേർക്കാൻ വേണ്ട സോഴ്സ് കോഡ് ആക്സസ്, ശ്രദ്ധിക്കണം, സോഴ്സ് കോഡ് ആക്സസ് അടക്കം നൽകുമെന്നതാണ്. ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ പോലെയുള്ള ആയുധങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സൗകര്യം, AI അടിസ്ഥാനത്തിലുള്ള യുദ്ധ ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ, ഇത് ഇന്ത്യക്ക് ലഭിച്ചാൽ ഇന്ത്യക്ക് സ്വന്തം രീതിയിൽ വിമാനത്തെ മാറ്റി വികസിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചരിത്രമുണ്ട്. 2018 ഇന്ത്യ FGFA എന്ന റഷ്യയുമായി ചേർന്നുള്ള ഒരു ഫൈറ്റർ ജെറ്റ് പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു. അതിന് പ്രധാനമായും 3 കാരണങ്ങളും ഉണ്ടായിരുന്നു. പദ്ധതിയുടെ വലിയ ചെലവ്, അതുപോലെ തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന പരിമിതമായ പങ്കാളിത്തം, Su-57 വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷിയും എഞ്ചിൻ വിശ്വാസ്യതയും സംബന്ധിച്ച സംശയങ്ങൾ, ഇതൊക്കെയായിരുന്നു കാരണം. അതിനുശേഷം ഇന്ത്യൻ വ്യോമസേന കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നത് ഇന്ത്യയുടെ സ്വന്തം AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതിയിലേക്കാണ്. AMCAയുടെ പ്രോട്ടോടൈപ്പ് പറക്കൽ 2029ഓടെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ ഉൽപാദനം 2030കളുടെ മധ്യത്തോടെ തുടങ്ങുമെന്നതും നമ്മുടെ രാജ്യം ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത 2 പേരിരിക്കുന്ന Su-57 വെർഷനാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ 5ാം തലമുറ ഫൈറ്ററുകൾ, ഉദാഹരണത്തിന് F-22 അല്ലെങ്കിൽ F-35 സാധാരണയായി ഒറ്റ സീറ്റ് ഉള്ളവയാണ്. പക്ഷേ റഷ്യയുടെ പുതിയ ആശയം ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണെന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ വിമാനത്തിൽ മുൻ സീറ്റിൽ പൈലറ്റും പിൻ സീറ്റിൽ മിഷൻ കമാൻഡർക്കും ഇരിക്കാനാകും. ഈ 2ാമത്തെ അംഗം ഇത് പറക്കലിനിടയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡ്രോൺ സ്വാം നിയന്ത്രിക്കുകയും മറ്റു വിമാനങ്ങളുമായി നെറ്റ്വർക്ക് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമായും റഷ്യയുടെ S-70 ഒക്കോട്നിക് സ്റ്റെൽത്ത് ഡ്രോൺ പോലെയുള്ള UAVകളെ നിയന്ത്രിക്കാൻ ഈ ഒരു സജ്ജീകരണം സഹായകമാകുമെന്നതും എടുത്തു തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ഈ 2ാമത്തെ സീറ്റ് ഒരു കമാൻഡ് സെന്ററായി പ്രവർത്തിക്കുമെന്നതാണ് ചുരുക്കത്തിൽ പറയേണ്ടത്.